ഈ സീസണിലെ എന്നല്ല, ഈ വർഷത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്, അല്ല ബ്യൂട്ടിഫുൾ കുടുംബ യൂണിറ്റ് എന്ന് പറയാം. ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത് നിവിൻ പോളി, മമിത ബൈജു എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ മലയാളം റൊമാന്റിക് കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. സ്വന്തം നാട്ടിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പുതുതായിട്ട് താമസത്തിനെത്തിയ ആഷ്ലിയുടെ ലൈഫിലേക്ക് ജസ്റ്റിൻ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ പറയുന്നത്. കിടിലം പടമാണ്, ഗംഭീരം എന്ന് തന്നെ പറയാം. ഒന്നും നോക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ, ഞാൻ ഗ്യാരണ്ടിയാണ്. നഷ്ടമേ ആവില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, മിക്കവാറും നിങ്ങളിൽ പലരും ഈ പടം റിപ്പീറ്റ് കാണാനുള്ള സാധ്യതയുമുണ്ട്. ഈ വർഷത്തെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സിനിമകളിലൊന്നാണ് ബെത്ലഹേം. ഗിരീഷ് ഷേഡി എന്ന സംവിധായകൻ മലയാളത്തിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഡയറക്ടർമാരിൽ ഒരാളാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. പുള്ളിയുടെ ഒരു പടം പോലും ഇല്ല എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തത്. ഈവൻ അങ്ങനെ ഹിറ്റ് ആവാത്ത ഐ ആം കാതലൻ വരെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അതെ, നിങ്ങളതുകൊണ്ട് ഒരു 2 കൊല്ലം കൂടുമ്പോൾ ഒരു പടം ചെയ്താലും മതി, പക്ഷേ കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ള ഐറ്റം കൊണ്ടുവരണം. താങ്ക്സ് ഗിരീഷ് ഷേഡി. സാധാരണക്കാർക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കഥയും കഥാപാത്രങ്ങളും പശ്ചാത്തലവും ഒക്കെയാണ് പടത്തിനുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. നന്നായിട്ട് എഴുതിയ നല്ല കഥാപാത്രങ്ങൾ, നമ്മുടെ ലൈഫിൽ ഡെയിലി കാണുന്ന പോലെയുള്ള ക്യാരക്ടേഴ്സ് ആണ്. നമ്മൾ അറിയാതെ തന്നെ ആ ഒരു സ്ഥലത്ത് അവർ ജീവിക്കുന്നിടത്ത് എത്തിച്ചേരും എന്നുള്ളതാണ്. ഇത് നമ്മുടെ നാടല്ലേ, നമ്മുടെ ആൾക്കാരല്ലേ, നമ്മുടെ ബന്ധുക്കളല്ലേ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. ഇതിൽ നായിക ആഷ്ലിയെ പോലെ നമ്മൾ പ്രേക്ഷകരും ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സ് ആയിരിക്കും ഈ പടം കാണുന്ന ആ ഒരു 2.25 മണിക്കൂർ. ഒരു നിമിഷം പോലും നിങ്ങളെ ബോറടിപ്പിക്കില്ല. നമ്മളെ കുറച്ച് നന്നായിട്ട് ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും, പ്രണയിപ്പിക്കും, മനസ്സിൽ ചെറിയൊരു വിഷമമൊക്കെ നൽകുകയും ചെയ്യും. സോ സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് പടത്തിന്റെ മറ്റൊരു വലിയ പോസിറ്റീവ്. പിന്നെ ഈ പടത്തിന്റെ ഒരു പ്രത്യേകത, ഇതിപ്പോ തമിഴര് കണ്ടാലും തെലുഗര് കണ്ടാലും ഹിന്ദിക്കാർ കണ്ടാലും പുറത്തു നിന്നുള്ളവർ കണ്ടാൽ പോലും അവർക്കും ഇഷ്ടപ്പെടും. അത്രയും റൂട്ടഡ് ആണ്. ഈ ലോക്കൽ ഈസ് ഇന്റർനാഷണൽ എന്ന് പറയില്ലേ, അത് വർക്കായിട്ടുള്ള ഒരു പടവുമാണ്. ഒപ്പം ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല അഭിനേതാക്കളെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പോസിറ്റീവ്. നിവിൻ പോളിക്ക് വളരെ ഈസി ആയിട്ടുള്ള കേക്ക് വാക്ക് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതിൽ ജസ്റ്റിൻ. ഇതുപോലെയുള്ള ഫീൽ ഗുഡ് പടങ്ങളിൽ നിവിനെ കാണുന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണ്. പഴയ ലാലേട്ടൻ എന്ന് ചിലർ പറയുന്ന പോലെ പഴയ നിവിൻ പോളി. സത്യത്തിൽ പഴയതല്ല, പുതിയ തന്നെയാണ്, അത് വേറെ കാര്യം. നല്ല കിടിലം പെർഫോമൻസ് ആണ്. നിവിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം എന്നുകൂടി പറയാം ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ചില എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ജസ്റ്റിനെ തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കഥാപാത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റി. പേഴ്സണലി സർവ്വമായേക്കാട്ടിലും ബെറ്റർ ക്യാരക്ടർ ആൻഡ് ബെറ്റർ ഫിലിം ആയിട്ടാണ് ഇത് തോന്നിയതും. ആഷ്ലിയായിട്ട് വന്ന മമിത കിടിലനായിരുന്നു. സാധാരണ പടങ്ങളിൽ കുറച്ച് കോമഡി കലർന്ന കുറച്ച് കുസൃതിയൊക്കെ ഉള്ള റോളിൽ വരുമ്പോൾ ഇതിൽ അല്പം സീരിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വിഷാദ ഭാവമുണ്ട്. ഇത്തരം കഥാപാത്രങ്ങളും തനിക്ക് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മമിത തെളിയിച്ചിരിക്കുകയാണ്. പേഴ്സണലി ഇതാണ് മമിത എന്ന നടിയിൽ നിന്നും ഒരു മൂവി ലവർ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ. നിങ്ങൾ കാശിന് വേണ്ടിയും ഫെയിമിന് വേണ്ടിയും തമിഴിലോ തെലുങ്കിലോ ഒക്കെ പോയിട്ട് അവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെ തല്ലിപ്പൊളി ബോംബ് പൊളിറ്റിക്കൽ ആക്ഷൻ പടങ്ങളിൽ മകളായിട്ടോ വേറെ സൂപ്പർ സ്റ്റാറുകളുടെ യാതൊരു കെമിസ്ട്രിയും ഇല്ലാത്ത നായികയായിട്ട് ഹെവി കോസ്റ്റ്യൂം ഇട്ട ബിഗ് ബഡ്ജറ്റ് സീരിയലിലും ഒക്കെ അഭിനയിച്ചോ, നോ പ്രോബ്ലം. അതൊക്കെ അതാത് സൂപ്പർ സ്റ്റാറുകളുടെ ഫാൻസ് ഒരാഴ്ച ആഘോഷിക്കും, പിന്നെ OTT വരുമ്പോൾ അവർ തന്നെ മറക്കും. പക്ഷെ വർഷത്തിൽ ഒരിക്കൽ ഇതുപോലെയുള്ള മലയാളികൾക്കും എല്ലാവർക്കും വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്യാരക്ടർ, ഇപ്പോ മുണ്ടക്കയംകാരിയായിട്ടോ തിരുവനന്തപുരംകാരിയായിട്ടോ കൊച്ചിക്കാരിയായോ കോട്ടയംകാരിയോ ഒക്കെ വരിക, ഇതുപോലുള്ള നല്ല റോളുകൾ ചെയ്യുക. കാരണം നിങ്ങൾ ആ ചെയ്ത വലിയ പടങ്ങളെക്കാൾ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ മമിത എന്ന നടിയെ ഓർക്കുക. ആഷ്ലിയെ പോലെ, സോനയെ പോലെ, അല്ലെങ്കിൽ റീനുവിനെ പോലെയുള്ള ക്യാരക്ടേഴ്സ് കൊണ്ടാണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു നടിയാണ് മമിത. മറ്റു ലേഡി സൂപ്പർ സ്റ്റാറുകളെയൊക്കെ പോലെ ഇവിടം വിട്ട് തമിഴ് തെലുങ്കിലൊക്കെ പോയിട്ട് അവസാനം മലയാളം ചെയ്യാതിരിക്കരുത്. ബാക്കി എല്ലാവരും പൊളിയായിരുന്നു. ഓരോരുത്തരെ എടുത്തു പറയണം, ആരെങ്കിലും വിട്ടുപോയാൽ വിഷമം തോന്നും എന്നുള്ളതാണ്. നിവിന്റെ അനിയൻ ജോയലായിട്ട് വന്ന സംഗീത് പ്രതാപ്, നിവിന്റെ കൂട്ടുകാരായിട്ട് വന്ന സുരേഷ് കൃഷ്ണ, ഷമീർ ഖാൻ, പിന്നെ റോഷൻ ഷാനവാസ്, ഇവർ ഇത്രയും പേരും കൂടി കുറെ കിടലൻ സീൻസ് പടത്തിലുണ്ട്. പടത്തിൽ ഒരുപാട് സ്കോർ ചെയ്ത ക്യാരക്ടേഴ്സ് ആണ് ഈ 4 പേരും കിടുവായിരുന്നു. അതുപോലെ തന്നെ ശ്യാം മോഹൻ, പുള്ളിയുടെ തേർഡ് ആക്ടിൽ ഒരു കിടിലൻ ഐറ്റം ഉണ്ട്. അതുപോലെ വിനയ് ഫോർട്ടും പൊളിയായിരുന്നു. പാർവതി അയ്യപ്പദാസ്, സൃന്ദ, മീനാക്ഷി രവീന്ദ്രൻ, ഇവരും കൊള്ളാമായിരുന്നു. അതുപോലെ മമിതയുടെ അമ്മയായിട്ട് വന്നവരുടെ പേര് എനിക്കറിയത്തില്ല, ശ്രീരഞ്ജിനി എന്നാണോ എനിക്കറിയില്ല, സോറി. പുള്ളിക്കാരൻ നൈസായിരുന്നു. പിന്നെ അച്ഛനായിട്ട് വന്ന ജയശങ്കർ, വിനീത് വിശ്വം, നിവിന്റെ അച്ഛനായിട്ട് വന്ന വെട്ടുകിളി പ്രകാശ് എന്ന് വിളിക്കുന്ന പ്രകാശ് ചേട്ടൻ, അമ്മയായിട്ട് വന്ന നടി, അങ്ങനെ എല്ലാവരും ഓർത്തിരിക്കും. ഒരു സീനിൽ മാത്രം വന്നു പോകുന്ന ബിന്ദു പണിക്കർക്ക് പോലും ഓർത്തിരിക്കുന്ന ക്യാരക്ടർ ആണെന്നുള്ളതാണ്. സോ എല്ലാവരും കൊള്ളാമായിരുന്നു. ടെക്നിക്കലി പടം നൈസാണ്. അജ്മൽ സാബു ആണ് ക്യാമറ, ആകാശ് ജോസഫ് വർഗീസിന്റെ ആണ് എഡിറ്റിംഗ്. രണ്ടും കൊള്ളാം. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് വിഷ്ണു വിജയുടെ മ്യൂസിക് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പാട്ടുകളായാലും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ പഴയ റിലീസ് ആകാത്ത അന്ന എന്ന സിനിമയിലെ യവന കഥയിൽ നിന്ന് വന്ന പാട്ട് എന്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഇതിൽ അങ്ങനെ യാതൊരു നെഗറ്റീവ്സും തോന്നിയില്ല. പടത്തിന് ലെങ്ത് കുറച്ചുണ്ട്, പക്ഷെ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് തീരരുതേ എന്നൊരു ഫീൽ ആണ് തോന്നിയത്. സോ ഈ പടത്തിന്റെ ദൈർഘ്യം എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമേ ആയിരുന്നില്ല. മൊത്തത്തിൽ
മൊത്തത്തിൽ ബെത്ലഹേം അല്ല, ബ്യൂട്ടിഫുൾ കുടുംബ യൂണിറ്റ് ആണിത്. ഈ പടം തിയേറ്ററിൽ ലോങ് റൺ നേടിയാലും ഇല്ലെങ്കിലും പേഴ്സണലി എന്റെ മനസ്സിൽ ലോങ് റൺ നിൽക്കുന്ന ഒരു പടമായിരിക്കും. ഈ വർഷം എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകിയ സിനിമകളിലൊന്നാണിത്. ഞാൻ ഇത്രയും പൊക്കി പറയുമ്പോൾ കുറച്ച് പേര് വന്ന് പറയാം ഇത് പെയ്ഡ് റിവ്യൂ ആണ്, അല്ലെങ്കിൽ നിവിൻ പോളി ഫാൻ ആണ് എന്നൊക്കെ. കാശ് കിട്ടിയാൽ എന്തും ചെയ്യുന്ന ആൾക്കാരുള്ള ലോകത്ത് അവരെങ്ങനെ ചിന്തിച്ചാൽ കുറ്റം പറയാനും നോക്കില്ല. പക്ഷെ ഞാൻ പൈസ മേടിച്ചിട്ടില്ല. എനിക്കൊരു പടം ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കും. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ പടം തിയേറ്ററുകളിൽ പോയി കാണുക. ഇനി ആരും കണ്ടില്ലെങ്കിലും ഞാൻ ഈ പടം വീണ്ടും തിയേറ്ററിൽ പോയി കാണും. 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ എല്ലാ കുട്ടികളുമായിട്ട് ധൈര്യമായിട്ട് പോയി പടം കാണുക. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.